Srinarayana Guru Open University degree classes. We are studying Introduction to Mass Communication, Block 3, Unit 5. Mass Communication in a Networked Society. അപ്പോൾ ഇവിടെ നമ്മളൊരു നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിലെ മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിലെ ഒരു ഇൻഫർമേഷന്റെ ഡിസിമിനേഷൻ ഒരു സൊസൈറ്റിയിൽ ത്രൂ ഔട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ലീനിയർ ലെവലിലും അത് ലീനിയർ ലെവലിലാണ് സാധാരണഗതിയിൽ ഒരു മാസ് മീഡിയ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് വൺ വേ ആയിട്ടാണ്. പിന്നെ നമ്മൾ അതിന് റെസ്പോൺസ് കൊടുക്കുമ്പോഴാണ് അവിടെ ടു വേ സംഭവിക്കുന്നത്. നോർമലി മീഡിയ എന്ന് പറയുന്നത് ഒരു ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ, അതുപോലെ മൊബൈൽ ടെക്നോളജി, മറ്റു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ വന്നതോടുകൂടി മീഡിയയുടെ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സംഭവിച്ചു. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇന്റർ കണക്ടിവിറ്റി ആണ്. അതായത് പരസ്പര ബന്ധമുള്ള ഒന്നായിരിക്കും നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഒരു നെറ്റ്വർക്ക് കൊണ്ട് അത് പരസ്പരം ബന്ധപ്പെടുത്തി ഇരിക്കുന്നത് ആയിരിക്കും. അതായത് പീപ്പിൾ, ഓർഗനൈസേഷൻ, പല ഡിവൈസുകൾ, ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട നിലയിലാണ്, ഗ്ലോബലി തന്നെ അത് കണക്ട് ചെയ്യപ്പെട്ട നിലയിലാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ അക്രോസ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇസ് നോട്ട് എ മാറ്റർ. അവിടെ എല്ലാവരും തമ്മിൽ അത് രാജ്യത്തിന്റെയോ വൻകരയുടെയോ ഒന്നും ബൗണ്ടറീസ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ദെൻ ഡിസെൻട്രലൈസേഷൻ ആണ് മറ്റൊന്ന്. അതായത് സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിൽ എല്ലാം ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. അതായത് ഇൻഫർമേഷൻ പ്രൊഡക്ഷനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒരിക്കലും ഒരു സിംഗിൾ അതോറിറ്റിയാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതല്ല. അത് ലോകം മുഴുവൻ ഒഴുകുന്ന രീതിയിലാണ് ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ്, ഇതെല്ലാം തന്നെ എല്ലാവരിലേക്കും എത്തുന്ന ഒരു തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഇൻഡിവിജ്വലും അതുപോലെ ഒരു സ്മോൾ ഗ്രൂപ്പും നമുക്ക് ഒരു കണ്ടന്റ് ഷെയർ ചെയ്യാൻ ഏത് ഭാഗത്തേക്കും, ലോകത്തിന്റെ തന്നെ ഏത് കോണിലേക്കും ഒരു ഷെയർ ചെയ്യുന്നതിനായിട്ട്, ഒരു കണ്ടന്റ് ഷെയർ ചെയ്യുന്നതിനായിട്ട് വളരെ ഈസി ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ദെൻ പാർട്ടിസിപ്പേറ്ററി കൾച്ചർ ആണ് ഇതിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഓഡിയൻസ് ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് റാദർ ദാൻ എ പാസീവ് കൺസ്യൂമേഴ്സ്. ഇപ്പോൾ ഓഡിയൻസ് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിട്ട് ഒരു നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിനെ ഇനേബിൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദെൻ ഡിജിറ്റൽ മീഡിയ ഡോമിനൻസ്. ഈ മേഖലകളിൽ ഡിജിറ്റൽ മീഡിയയുടെ ഒരു ഡോമിനൻസ് ഉണ്ടാകുന്നുണ്ട്. ഡിജിറ്റൽ മീഡിയ ആണ് മേൽക്കൈ നേടുന്നത്. ഇപ്പൊ ട്രഡീഷണൽ മീഡിയ ആയിട്ടുള്ള പ്രിന്റ്, അതുപോലെ റേഡിയോ, TV, ഇതിന്റെയൊക്കെ മുകളിൽ അധീശത്വം സ്ഥാപിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ ആണ്. സ്ട്രീമിംഗ് സർവീസ്, ബ്ലോഗുകള്, അതുപോലെ പോഡ്കാസ്റ്റ് കമ്പാർട്ട്മെന്റുകള്, ഇതൊക്കെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയകൾക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ദെൻ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്തിന്റെ ഒരു വിവരങ്ങളാണ് ഈ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും ലൈവായിട്ടുള്ള വീഡിയോ കോൺഫറൻസുകള്, ഞൊടിയിട കൊണ്ട് ആശയങ്ങൾ കൈമാറാനുള്ള, ചിത്രങ്ങള് എല്ലാം കൈമാറാനുള്ള അവസരം, പണമിടപാടുകൾ നടത്താനുള്ള അവസരം, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആകുന്നു. ബിസിനസ്സുകളൊക്കെ നടത്താൻ നിമിഷ നേരം കൊണ്ട് ഇപ്പോൾ 2 കോണ്ടിനെന്റുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കാം, ഡീൽ ഉറപ്പിക്കാം, അതിന്റെ പണ കൈമാറ്റം നടത്താം. ഇത് ഒരു തരത്തിലുള്ള ബാരിയേഴ്സും ഇല്ലാതെ ലോകത്തെ മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജ് കോൺസെപ്റ്റിലേക്ക്, ഒരു ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഒരു കോൺസെപ്റ്റിലേക്ക് ഒരു നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി വളരെ വേഗം മാറിയിരിക്കുന്നു. ദെൻ റോൾ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി. നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒരു നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ റോള് എന്താണെന്നുള്ളത്. ഒന്നാമത്തേത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ഡിസമിനേഷൻ തന്നെയാണ്. ഇൻഫർമേഷനെ വളരെ ഫാസ്റ്റർ ആയിട്ടും ബ്രോഡർ ആയിട്ടും ആളുകളിലേക്ക് എത്തിക്കാൻ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ട്വിറ്റർ, യൂട്യൂബ്, അതുപോലെ മറ്റ് ന്യൂസ് ആപ്സ്, ഇതൊക്കെ ഇതിനെ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഈ ബ്രേക്കിംഗ് ന്യൂസ്, പബ്ലിക് അനൗൺസ്മെന്റ്സ്, അതുപോലെ
ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ദെൻ ഫോസ്റ്ററിങ് ഗ്ലോബൽ കണക്ടിവിറ്റി, ഗ്ലോബൽ തലത്തിൽ തന്നെ ഒരു ആളുകൾക്ക് തമ്മിലുള്ള ഒരു ബന്ധം, ഒരു കണക്ടിവിറ്റി ആഗോള തലത്തിൽ സൂക്ഷിക്കുന്നതിന് ഈ മാസ് മീഡിയ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലോബൽ വില്ലേജ് കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഐഡിയകളും ആശയങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ട് ഷെയർ ചെയ്യാനുള്ള വേകള് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതുപോലെ #ഹാഷ്ടാഗ് ക്യാമ്പയിനിങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രോബ്ലത്തിന് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല #ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും, ഇപ്പൊ ഒരു രോഗി വലിയ ഒരു സർജറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തേണ്ട ഒരു പേഷ്യന്റിന് അതിനു വേണ്ട ചികിത്സാ ചെലവ് റേസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. കോടികൾ നിമിഷ നേരം കൊണ്ട് ആളുകൾക്ക് റേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. #ഹാഷ്ടാഗ് ക്യാമ്പയിനിങ്ങിലൂടെയാണ് ഇതൊക്കെ പോസിബിൾ ആകുന്നത്. സോ ഇങ്ങനെയുള്ള പെട്ടെന്ന് ഞൊടിയിട കൊണ്ട് ആളുകൾക്കിടയിൽ ഒരു കണക്ടിവിറ്റി സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഈ മാസ് മീഡിയയുടെ വലിയ ഒരു റോളാണ്, സൊസൈറ്റിയിലെ ഒരു റോളാണ്. ദെൻ എംപവറിങ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളെ എംപവർ ചെയ്യുന്നതിനും ഈ മീഡിയ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വലിന്റെ വോയിസ് ആയിട്ടും ഓഡിയൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുണ്ട്. നമ്മളൊരു വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ ഞൊടിയിട കൊണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും, എത്ര വലിയ ഓഡിയൻസിന് അല്ലെങ്കിൽ എത്ര വലിയൊരു ഗ്രൂപ്പിലേക്ക് നമുക്കത് നിമിഷ നേരം കൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത്ര പെട്ടെന്ന് ഇതൊക്കെ പോസിബിൾ ആകുന്നത് എന്തുകൊണ്ടാണ്? ഒരു നെറ്റ്വർക്ക് ഉള്ള സൊസൈറ്റി ആയതുകൊണ്ടാണ്, നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി ആയതുകൊണ്ടാണ് ഇത് പോസിബിൾ ആകുന്നത്. ദെൻ എൻഹാൻസിങ് സിവിക് പാർട്ടിസിപ്പേഷൻ, ഇത് ഡെമോക്രാറ്റിക് എൻഗേജ്മെന്റുകള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ടൂൾസ്, അഡ്വക്കസി, പെറ്റീഷൻസ്, അതുപോലെ ഡിസ്കഷൻസ് തുടങ്ങിയ ടൂളുകളിലൂടെ ആളുകളിലേക്ക് ഡെമോക്രാറ്റിക് ഐഡിയകൾ പെട്ടെന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പെറ്റീഷൻ, നമുക്ക് മുൻപത്തെ പോലെ ഒരു റിട്ടേൺ പെറ്റീഷൻ അയക്കേണ്ട കാര്യമൊന്നുമില്ല. റിട്ടേൺ പെറ്റീഷൻ മുൻപൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മൾ റിട്ടേൺ പെറ്റീഷൻ എഴുതുന്നു, അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നു, അത് ബന്ധപ്പെട്ട സ്ഥലത്ത് എത്തി അതിന് ആക്ഷൻ എടുത്ത് തിരികെ, അത് ഒരുപാട് സമയം എടുക്കുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലേക്കും നമുക്ക് നിമിഷ നേരം കൊണ്ട് ഒരു മെയിൽ അയച്ച് ഒരു പെറ്റീഷൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സമയം പ്രശ്നമല്ല, ദൂരം പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പൊ ഇത് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു വലിയ നേട്ടമാണ്. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. രണ്ട് വ്യക്തികൾക്കിടയിലും ഗ്രൂപ്പുകൾക്കിടയിലും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആക്കുന്നു, ഫാസ്റ്റർ ആക്കുന്നു. സോ ഇങ്ങനെ സംഭവിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങള് ഒട്ടും ടൈം ലാഗ് വരാതെ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിലെ മറ്റൊരു പോയിന്റ് ആണ് ബിസിനസ് മാർക്കറ്റിംഗ്. ബിസിനസ് മാർക്കറ്റിംഗ് ഈസി ആയിട്ട് നമുക്ക് ഈ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിൽ പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ബിസിനസ് ഡീൽ ഉറപ്പിക്കാനും പണ കൈമാറ്റം നടത്താനും ഒക്കെ നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ചലഞ്ചസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി. ഒരു നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ ചലഞ്ചസ്, ഒന്നാമത്തേത് നമ്മൾ നേരത്തെ എല്ലാ പോയിന്റിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു മിസ്ഇൻഫർമേഷനും അതുപോലെ ഫേക്ക് ന്യൂസും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ പബ്ലിക് ഹെൽത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ദെൻ ഡിജിറ്റൽ ഡിവൈഡുകൾ, നമുക്ക് ഒരു ഈക്വൽ അല്ലാത്ത ആക്സസ്, ടെക്നോളജിയിൽ ഈക്വൽ അല്ലാത്ത ഒരു ആക്സസ്, ഒരു ഇഷ്യൂ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഫർമേഷൻ ഓവർലോഡ്, നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഈ ഒരു മീൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ക്രെഡിബിൾ ആയ സോഴ്സിൽ നിന്നാണോ ക്രെഡിബിൾ അല്ലാത്ത സോഴ്സിൽ നിന്നാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഓവർലോഡഡ് ആയിട്ട് വരാറുണ്ട്. ഇനി പ്രൈവസി കൺസേൺ, സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ പ്രൈവസി കൺസേൺ എന്ന് പറയുന്നത്. കാരണം ഇന്ന് പ്രൈവസി ഒട്ടും
നമ്മൾ ഒട്ടും സുരക്ഷിതരല്ല, വ്യക്തികൾ തീരെ സുരക്ഷിതരല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. നമ്മുടെ പ്രൈവസി എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് യഥാർത്ഥത്തില്. നമ്മള് എവിടെ വെച്ചാണ് നമ്മള് പകർത്തപ്പെടുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സർവൈലൻസിലായിരിക്കും, ഒരു CCTV സർവൈലൻസിൽ കഴിയുന്നത് പോലെയാണ് നമ്മളുടെ വീഡിയോകൾ, നമ്മളുടെ ഫോട്ടോകൾ, നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അതൊക്കെ ഒരു ഡിജിറ്റൽ ലോകത്ത് നിലനിൽക്കുമെന്നും ഏത് നിമിഷവും അത് നമ്മുടെ സ്വകാര്യതയ്ക്ക് വെല്ലുവിളി ഉയർത്തുമെന്നുമുള്ള ഒരു ബോധത്തോടു കൂടിയുള്ള ഒരു ജീവിതമേ ഇന്നത്തെ കാലത്ത് പോസിബിൾ ആവുന്നുള്ളൂ. ദെൻ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ മീഡിയ. ഇന്ന് വായനയൊക്കെ വളരെ കുറഞ്ഞതായിട്ട് നമ്മൾ എപ്പോഴും വിലപിക്കാറുള്ളതാണ്. ഇപ്പൊ ട്രഡീഷണൽ മീഡിയ ആയിട്ടുള്ള പത്രത്തിന്റെയും TV-യുടെയും അതുപോലെ റേഡിയോയുടെയും ഒക്കെ ഒരു അപജയം ഇന്നുണ്ട്. ഇപ്പോഴൊന്നും നൗഡേയ്സ് ഒരു വീടുകളിലും റേഡിയോ ഇല്ല, പക്ഷെ ഒരു 30 വർഷങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ വീടുകളും റേഡിയോ വളരെ സജീവമായിട്ട് റേഡിയോ ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റേഡിയോ, TV പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല, പകരം മൊബൈൽ ഫോണുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. സോ ഇങ്ങനെയുള്ള ട്രഡീഷണൽ മീഡിയകളുടെ അപജയത്തിന് നമ്മൾ ഈ ഒരു ഇത് കാരണമാകുന്നുണ്ട്, മാസ് മീഡിയ കാരണമാകുന്നുണ്ട്. ഇനി മാസ് മീഡിയയുടെ അഡ്വാൻറ്റേജസ്, അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലൊക്കെ അതുണ്ട്, എങ്കിലും ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഒന്നാമത്തേത് ആക്സസിബിലിറ്റി ആണ്. നമുക്ക് 24/7 നമുക്ക് എല്ലാ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഫുള്ളി നമ്മൾ ആക്സസിബിൾ ആണ്. എപ്പോഴും നമുക്ക് ഒരു വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനും ഒക്കെ നമ്മൾ ഓൺലൈനാണ്, നമ്മൾ എപ്പോഴും ഓൺലൈനാണ്. ദെൻ ഇന്ററാക്ടിവിറ്റി ആണ്. 2-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയർ ആണ്, ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഗ്ലോബൽ റീച്ച്, ആഗോള തലത്തിൽ നമുക്ക് പരസ്പരം ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സോഷ്യൽ മീഡിയ മൂവ്മെന്റ് ആണ് മറ്റൊന്ന്. ഈ ഹാഷ്ടാഗ് ക്യാമ്പയിനിങ്ങിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനൊക്കെ സാധിക്കുന്നുണ്ട്. ദെൻ പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, അതായത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെയുള്ള, യൂട്യൂബ് ഒക്കെ പോലെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം കിട്ടുന്ന ഒന്നാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഗവൺമെന്റുകളൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ ഒന്നും പേപ്പർ വഴി നമ്മൾ ചെയ്യേണ്ടതില്ല. എല്ലാം ഡിജിറ്റലായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉടനെ തന്നെ അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ പെറ്റീഷൻ, നമ്മളൊരു കത്ത് അയച്ചു കഴിഞ്ഞാൽ ഈ കത്ത് അവിടെ കിട്ടിയോ ഇല്ലയോ കൈപ്പറ്റിയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് നമ്മളൊരു ഓൺലൈനായിട്ട് ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ മാസ് മീഡിയക്കുള്ളത്. സോ ദിസ് ഇസ് അബൌട്ട് ദ 5th യൂണിറ്റ്. താങ്ക് യു.